സാധാരണയായി കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണല്ലോ നടുവേദന. കോമൺ ലാംഗ്വേജിൽ സയാറ്റിക്ക എന്ന് പറയും. ഈ സയാറ്റിക്ക ഡിസ്ക് ബൾജ് കാരണമാണെന്നാണ് പൊതുവെയുള്ള ഒരു ധാരണ. പക്ഷേ എല്ലാ സയാറ്റിക്ക പെയിനും ഡിസ്ക് ബൾജ് കാരണമല്ല. ഉദാഹരണത്തിന് നമ്മുടെ ഹിപ്പ് റീജിയനിലായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മസിൽ ഉണ്ട്, പൈരിഫോമസ് എന്ന് പറയും. ഈ പൈരിഫോമസ് എന്ന് പറയുന്ന പേശിയുടെ പ്രത്യേകത എന്തെന്നാൽ നമ്മുടെ കാലിലോട്ട് പോകുന്ന ഒരു നെർവ് ഉണ്ട്, സയാറ്റിക് നെർവ്. ഈ സയാറ്റിക് നെർവ് പാസ് ചെയ്യുന്നത് ഈ പൈരിഫോമസ് മസിലിൻ്റെ അടിയിലൂടെയാണ്. എന്തെങ്കിലും കാരണത്താൽ ഈ മസിലിന് തകരാറ് സംഭവിച്ചാൽ ഇതിൻ്റെ അടിയിലൂടെ പാസ് ചെയ്യുന്ന ഈ സയാറ്റിക് നെർവിനെയും അത് അഫക്റ്റ് ചെയ്യുന്നു. ഒന്നല്ല രണ്ടല്ല, എത്ര MRI എടുത്താലും ഈ ഒരു വേദന എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡിസ്ക് ബൾജ് ഒന്നും അതിലുണ്ടാവില്ല. ഈ ബട്ടക്സിലാണ് ഞാൻ ഈ പറഞ്ഞ പേശിയുള്ളത്, പൈരിഫോമസ് പേശി. ആ ബട്ടക്സ് ഭാഗത്തായിട്ട്, ഈ പേശിയുടെ ഭാഗത്തായിട്ട് നല്ല അമർത്തി പ്രസ് ചെയ്യുമ്പോൾ നല്ല വേദനയുണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ഈ പൈരിഫോമസ് സിൻഡ്രോം ഡയഗ്നോസ് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പേഷ്യൻറ്റിനെ പരിശോധിച്ചപ്പോൾ ആ ബട്ടക്സ് ഭാഗത്തായിട്ട് നല്ല വേദനയുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെയാണ് നമ്മൾ ഈ പൈരിഫോമസ് സിൻഡ്രോം ഡയഗ്നോസ് ചെയ്യുന്നത്. അതായത് നമ്മൾ MRI എടുത്താലോ അൾട്രാസൗണ്ട് എടുത്താലോ ഒന്നും തന്നെ നമുക്ക് ഈ പൈരിഫോമസ് സിൻഡ്രോം ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സത്യത്തിൽ ഏർലി സ്റ്റേജസിൽ വളരെ എളുപ്പമാണ്. എക്സസൈസസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ, നീർക്കെട്ട് കുറയ്ക്കാനുള്ള മരുന്നുകളും ഒക്കെ കഴിക്കുമ്പോൾ ഈ വേദന പെട്ടെന്ന് തന്നെ മാറുന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ സിവിയർ പെയിൻ ആയിരിക്കും, എക്സസൈസിലും മരുന്നുകളിലും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അൾട്രാസൗണ്ട് സ്കാനിൻ്റെ സഹായത്തോടു കൂടി ഈ മസിൽ, പൈരിഫോമസ് എന്ന പേശിയെ മനസ്സിലാക്കി അതേതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിലേക്കുള്ള ടാർഗറ്റഡ് ഇഞ്ചക്ഷൻസ് ഉണ്ട്. ഈ ഇഞ്ചക്ഷൻസിലൂടെ വളരെ എഫക്റ്റീവായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പെയിൻ റിലീഫ് നമുക്ക് കൊടുക്കാൻ സാധിക്കും.